നമസ്തേ ശ്യാം. നമസ്കാരം സുരേഷ്. ഇന്ന് ഏപ്രിൽ 22-ാം തീയതിയാണ്. ഒരു അഞ്ചൽക്കാരൻ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും അഞ്ചൽക്കാരാണല്ലോ. ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ശ്യാം? സുരേഷ്, ഏപ്രിൽ 22 നമ്മൾ രണ്ടുപേരും അഞ്ചൽക്കാരായതുകൊണ്ടും അഞ്ചലിന് തൊട്ടടുത്ത് വയല എന്ന് പറഞ്ഞൊരു അക്കാലത്ത് അറിയപ്പെടാതിരുന്നൊരു സ്ഥലം ഉള്ളതുകൊണ്ടും അവിടെ നിന്നും ലോകപ്രശസ്തനായി മാറിയ ഒരു നാടകകാരൻ്റെ ജനിച്ച ദിവസമാണെന്ന് അല്ലേ ഏപ്രിൽ 22 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഏപ്രിൽ 22. പ്രൊഫസർ വയലാ വാസ്തവൻപിള്ളയുടെ ജന്മദിനമാണ്. അതെ, 900 നല്ല ഓർമ്മയുണ്ട്. കാരണം സാറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതെ, എനിക്ക് തോന്നുന്ന എൻ്റെ അധ്യാപകനായിരുന്നു, എൻ്റെ നാടക ഗുരുവാണ്. ശ്യാമിൻ്റെയും ജീവിതത്തിൽ അദ്ദേഹം സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ധാരണ. തീർച്ചയായിട്ടും. കാരണം സാറ് 945 വയല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിക്കുന്നത്. അക്കാലത്ത് അഞ്ചൽ പോലും അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. നമ്മുടെ അഞ്ചലിൽ നിന്നും കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുന്ന ഒരു മലയോര ഗ്രാമപ്രദേശമാണ് ഈ വയല. അവിടെ സാറ് ജനിച്ചിട്ട് സാറിൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിലാണ് നടന്നത്. അത് നമുക്കൊരു വലിയ ഭാഗ്യമാണ് സുരേഷ്. കാരണം സാറ് പഠിച്ച അഞ്ചൽ ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലാണ് നമ്മൾ രണ്ടുപേരും. എന്നെക്കാളും 1, 2, 3 വർഷം താഴെയാണ് സുരേഷ് ഇവിടെ പഠിച്ചതെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഒരേ സ്കൂളിൽ പഠിക്കുവാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതാണ് സാറിനെ കുറിച്ചുള്ള ഓർമ്മകളും ഇന്നത്തെ സാറിൻ്റെ ആ ജന്മദിനത്തിൻ്റെ ഒരു പ്രത്യേകതയും. നാടകത്തെക്കുറിച്ച് സാറിൻ്റെ സംഭാവനകൾ പറയുവാണെങ്കിൽ നമ്മൾ പലരും നാടകത്തെക്കുറിച്ച് നമ്മൾ പറയും അദ്ദേഹം ഒരു നല്ല നാടകകൃത്താണ്, നല്ല നടനാണ്, നല്ല സംവിധായകനാണ്, സംഘാടകനാണെന്നൊക്കെ പറയുമെങ്കിലും വയലാ സാറിൻ്റെ വ്യക്തിത്വം ഇതിനൊക്കെ അപ്പുറത്തായിരുന്നു. സാറിനെ കുറിച്ച് എനിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാറൊരു നാടക ശാസ്ത്രകാരനായിരുന്നു. നാടകത്തെ ശാസ്ത്രീയമായി കണ്ട ഒരാളാണ്. എന്താണെന്ന് ശാസ്ത്രീയമായി പഠിച്ച ആളാണ്. തീർച്ചയായിട്ടും അത് പഠിച്ചു എന്ന് മാത്രമല്ല, ലോക നാടകവേദിയെക്കുറിച്ച് വളരെ ഗഹനമായ ആഴത്തിലുള്ള പഠനമായിരുന്നു. സാറിൻ്റെ വ്യക്തിത്വം നമ്മൾ പരിശോധിച്ചാൽ ഒരു സമുദ്രം പോലെ സമൃദ്ധമാണ്, ആഴവും പരപ്പുമേറിയതാണ്. നമുക്കൊക്കെ വളരെ ദൂരെ നിന്ന് വീക്ഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സാറിൻ്റെ ശിഷ്യത്വത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സുരേഷ് ഞാൻ ഓർക്കുന്നത്, നമ്മൾ അഞ്ചലായതുകൊണ്ടും സാറിൻ്റെ പ്രവർത്തന മേഖല മാറുവാനസ് കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്തായതുകൊണ്ടും നമുക്കങ്ങനെ സാറുമായിട്ടൊരു നേരിട്ടൊരു ശിഷ്യത്വം സ്വീകരിക്കാൻ അല്ല ഒരു ബന്ധം അങ്ങനെ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെ, എനിക്കത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാനൊക്കെ. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ സുരേഷ്, നല്ല കാര്യം. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം എനിക്ക് സാറിൻ്റെ അടുത്ത് സാറിനെ ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു മാനസ ഗുരുവാണ് സാറ്. ഞാൻ സാറിനെ മനസ്സുകൊണ്ട് ഗുരുസ്ഥാനത്ത് വെച്ചിട്ട് സാറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളിൽ ഈ നാടകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും കൂടുതലായിട്ട് സാർ ഗാന്ധിസത്തെക്കുറിച്ചും ഗാന്ധിയനായിരുന്നു. വളരെ ലളിതമായ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ സാറിൽ നിന്നും അതൊക്കെ നമുക്ക് ഒരുപാട് മോറൽ പാഠങ്ങൾ, സന്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയും ലളിതമായി ജീവിക്കുക, ഉന്നതമായ ചിന്തയും ലളിതമായ ജീവിതം. എനിക്ക് സാറിനെ കാണുമ്പോഴൊക്കെ അത് തോന്നിയിട്ടുണ്ട്. ശുഭ്രവസ്ത്രധാരി, എപ്പോഴും സുസ്മേരവദനായി, ഊർജ്ജസ്വലനായി, എപ്പോഴും ചടുലമായ ചലനങ്ങളോടുകൂടി നടക്കുന്ന സാറിൻ്റെ ആ ഒരു ആകാരം ഇന്നും മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സുരേഷ്. അപ്പോൾ ശ്യാം, ഈ വയലാ വാസ്തവൻപിള്ള സാറ് മാരുവാനീസ് കോളേജിലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ പോവുകയും അദ്ദേഹം കണ്ടക്ട് ചെയ്ത ഒരു 2 ആഴ്ചത്തെ ഡ്രാമ ക്യാമ്പിൽ പങ്കെടുക്കുകയും അവിടെ വെച്ചിട്ടാണ് നമ്മളെ നടൻ ജഗദീഷ്, അന്ന് അദ്ദേഹം എംകോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അലക്സാണ്ടർ ഐക്കടവിൽ എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥി, ഇവരെയൊക്കെ പരിചയപ്പെടുന്ന ഞാൻ അന്ന് അവിടെ വെച്ചിട്ടാണ്. പക്ഷേ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ശ്യാമിനോട് ചോദിക്കാനുള്ളത്, ഈ മാരുവാനീസ് കോളേജിൽ നിന്ന് വയലാ വാസ്തവൻപിള്ള സാറ് ഡ്രാമ സ്കൂളിൽ എത്തിയതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാമോ? അത് സാറ് മാറുവാനസ് നാടകമായിട്ട് കുട്ടികളെ സംഘടിപ്പിക്കുകയും സർവകലാശാല തലത്തിൽ നാടകങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് സാറിൻ്റെ നല്ല മനോഹരങ്ങളായ നാടകങ്ങൾ. ഈ അലക്സിൻ്റെയൊക്കെ നേതൃത്വത്തിലൊക്കെ സർവകലാശാല മത്സരങ്ങളിലൊക്കെ വരുന്നതൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് സാറ് അവിടുന്ന് അന്നാണ് മലയാള നാടകവേദിയിൽ പുതിയൊരു ഭാവുകത്വ മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുവരെ ഒരുപക്ഷെ മലയാള നാടകവേദി നമ്മുടെ പഴയ ഗ്രീക്ക് നാടകങ്ങളെ ആശ്രയിച്ച്, അല്ലെ പഴയ ഇബ്സൺ നാടകങ്ങളെ
അതെ. ആശ്രയിച്ച്, അതായത് സംഭാഷണ പ്രാധാന്യമുള്ള നാടകങ്ങൾ, അതെ. നാടകം എന്ന് പറഞ്ഞാൽ സംഭാഷണം മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ പ്രധാനമായിട്ടും മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ ജി ശങ്കരപ്പിള്ള സാറാണ്. അതെ അതെ അതെ. സാറിന്റെ പരീക്ഷണ നാടകങ്ങൾ, അന്നത്തെ കാലത്ത് അത് പരീക്ഷണ നാടകങ്ങളാണ്, പിന്നെല്ലാം തെളിയിക്കപ്പെട്ട നാടകങ്ങളാണ്. അതെ. ഒരുപക്ഷെ മലയാള നാടകവേദി, ലോക നാടകവേദി പരീക്ഷിച്ച് പുറംതോടുകൾ തേടി പൊതുനാടകങ്ങൾ നടക്കുമ്പോൾ അതെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഞ്ചരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശങ്കരപ്പിള്ള സാറിൻ്റെ. അതെ. അങ്ങനെ ശങ്കരപ്പിള്ള സാറ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിട്ട് 1977 സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങി അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതെ. സാറാണ് വയലാ സാറിനെ കണ്ടെത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. വയലാ സാറിൻ്റെ സർവകലാശാല തലത്തിലുള്ള നാടക പ്രവർത്തനങ്ങൾ കണ്ടിട്ടും ഈ പുതിയ നാടകങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി അതെ. ലോകരാജ്യങ്ങൾ സഞ്ചരിച്ചു. അതെ. റോം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. യൂറോപ്പിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും, അമേരിക്ക തുടങ്ങി അതെ. നമ്മുടെ ലോക നാടകവേദിയെക്കുറിച്ചൊക്കെ സ്വായത്തമാക്കിയ അറിവുകൾ വരും തലമുറയ്ക്കും അത് പ്രായോഗികമാക്കണം, അല്ലെങ്കിൽ വരും തലമുറയ്ക്കും അത് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു ദീർഘവീക്ഷണമാണ്, ഒരു ദാർശനിക ചിന്ത ശങ്കരപ്പിള്ള സാറിൽ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് സാറ് ഔദ്യോഗികമായിട്ട് തന്നെ മാർവാനസിൽ നിന്നും നമ്മുടെ വയലാ സാറിനെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് അവിടെ. അങ്ങനെയാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ സാറ് അവിടെ വരുന്നത്. പിന്നെ സുരേഷിന് അറിയാമായിരിക്കും, സ്കൂൾ ഓഫ് ഡ്രാമയിൽ ശങ്കരപ്പിള്ള സാർ പോയതിനു ശേഷം ഇദ്ദേഹം ഡയറക്ടർ സ്ഥാനത്തിലേക്ക് വരുന്നു, ഡയറക്ടറായിട്ട് അവരോധിക്കുന്നു. ശരിക്കും വളരെയധികം പ്രശ്നസങ്കുലിതമായ ഒരു കാലഘട്ടത്തിലാണ് സാർ അതിൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുന്നത്. പിന്നെ വന്ന ഒരു 20 വർഷ കാലഘട്ടം മലയാള നാടകവേദിയുടെ സുവർണ കാലഘട്ടം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം ആ 20 വർഷം കൊണ്ട് സാറ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ധാരാളം പ്രതിഭകളെ, എണ്ണമറ്റ പ്രതിഭകളെ സാർ വളർത്തിയെടുത്തു. അവരൊക്കെ തന്നെ പിൽക്കാലത്ത് അവരുടെ പ്രതിഭകൾ തെളിയിച്ചവരാണ്. സിനിമാ രംഗത്തൊക്കെ വളരെ വളരെ പ്രശസ്തരായ അനേകം ആൾക്കാർ. അതിനുവേണ്ടി സാർ എടുത്ത ഒരു ശ്രമം തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമാണ്. സ്കൂൾ ഓഫ് ഡ്രാമ ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് വന്നു. എല്ലാ വർഷവും പുതിയ പുതിയ ആൾക്കാർ അതിലേക്ക് വരാൻ തുടങ്ങി. കൂടുതൽ കുട്ടികൾ ആകർഷിക്കപ്പെട്ടു. പണ്ടൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, സ്കൂൾ ഓഫ് ഡ്രാമയിൽ വരുന്ന ഒരു കുട്ടിയുടെ ഭാവി എന്തായിരിക്കും. അന്നൊന്നും നമ്മുടെ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മീഡിയ ഒന്നും അത്രത്തോളം സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് ഈ വിദ്യാഭ്യാസം, ശാസ്ത്രീയമായ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ തിയേറ്റർ ആർട്ടിസ്റ്റുകളായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഈ പ്രതിഭകൾ പലരും സിനിമാ രംഗത്തും നാടകവേദിയിലും ഭാരതത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ പോലും വളരെയധികം പ്രശസ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് സാർ അവിടുത്തെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രവർത്തന മേഖല ഇങ്ങനെ വിപുലീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു 20 വർഷക്കാലമൊക്കെ ഒരു സ്ഥാപനത്തിൽ മേധാവിയായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറിൻ്റെ ഒരു വിധമായിട്ടുള്ള ഒരു തർക്കങ്ങളിലോ ഒരു ഇതിലും വരാതെ, അതെനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. സാറ് വളരെ ലളിതമായിട്ട് മാത്രമേ കാര്യങ്ങൾ കാണുകയുള്ളൂ. സാറിൻ്റെ രചനകളിലൊക്കെ തന്നെ നമുക്കത് കാണാം, ലാളിത്യമുണ്ട്. സാറിൻ്റെ സ്ക്രിപ്റ്റുകളിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നില്ല. വളരെ ലളിതമായ ഒരു ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ വളരെ സംഗീതാത്മകമായിട്ട് പോകുന്ന ഒരു രചനയാണ് സാറിൻ്റെത്. പക്ഷേ ഒരു കരുത്തനായ, ഭാവനാസമ്പന്നനായ ഒരു സംവിധായകന്റെ കയ്യിൽ ഈ നാടകം കിട്ടിയാൽ അതിൻ്റെ രംഗാവതരണം വരുമ്പോൾ അത് രംഗത്തുണ്ടാക്കുന്ന ആ ഒരു വികാര പ്രപഞ്ചവും അതിൻ്റെ ഒരു വിസ്ഫോടന ശക്തിയും അപാരമാണ്. ഒരിക്കൽ പിന്നെ നമ്മൾ അങ്ങനെ അത്തരം ഒരു രംഗാവതരണം കണ്ടതിന് ശേഷം തിരിച്ച് സാറിൻ്റെ നാടകത്തിൻ്റെ രചനകളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ഇത്രയും കരുത്തും ഇത്രയും ശക്തിയും ഈ നാടകങ്ങളിൽ, ഊർജവും ഈ നാടകങ്ങളിൽ സാർ ഒളിപ്പിച്ചു വെച്ചിരുന്നല്ലോ എന്ന് തോന്നുന്നത്. ആ സാറിൻ്റെ ആ ഒരു പ്രതിഭയുടെ തെളിവ് മാത്രമാണ്. പണ്ടൊരിക്കൽ ഞാൻ ശ്യാമുമായിട്ട് സംസാരിച്ചപ്പോൾ ശ്യാമു പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. ഈ മലയാള നാടകത്തെ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ഒരു പാലമായി പ്രവർത്തിച്ചത് വയലാ വാസുപിള്ള സാറാണെന്ന് ശ്യാം പണ്ടെങ്കോ പറഞ്ഞായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അതൊന്ന് എലാബറേറ്റ്, അതൊന്ന് വിശദമായി പറയാമോ അതിനെക്കുറിച്ച്? അതെ, അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാറ് ലോക നാടകവേദിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ സാറിന് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്,
ആ കാലഘട്ടങ്ങളിലാണ് നമുക്ക് സുരേഷ് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മുടെ തനത് നാടകവേദി, മലയാളത്തിലൊരു തനത് നാടകവേദി എന്ന് പറഞ്ഞൊരു സങ്കല്പം വരുന്നത്. മലയാളത്തിലെ തനത് നാടക സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക പൈതൃകം വളർത്തിയെടുക്കുക. അതായത് നമ്മുടെ ക്ഷേത്രകലകൾ പ്രധാനമായിട്ടും, ക്ഷേത്രകലകളിൽ നമ്മുടെ കഥകളി, കൂടിയാട്ടം തുടങ്ങിയ ക്ഷേത്ര കലകളുണ്ട്. പിന്നെ നമ്മുടെ അനുഷ്ഠാന കലകളായ തെയ്യം, അങ്ങനെയുള്ള അനുഷ്ഠാന കലകളുണ്ട്. പിന്നെ നമ്മുടെ നാടോടി സംസ്കാരമുണ്ട്, നാടോടി നാടകങ്ങൾ. എന്തിന് നമ്മുടെ കാക്കാരശ്ശി നാടകം പോലും നാടോടി നാടകങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടെ നാടകങ്ങൾ ചേർത്ത് പാശ്ചാത്യ നാടകത്തിന്റെ ഒരു അവതരണ ശൈലിയിലൂടെ ഈ നമ്മുടെ ഈ തനത് കലാരൂപങ്ങളുടെ താളബോധമാണ് ശരിക്കും. നമ്മുടെ തനത് കലാരൂപങ്ങളുടെ ഏറ്റവും ഉള്ളത് താളബോധമാണ്. അപ്പോൾ സാർ ഈ താളബോധം കൂടെ അതിനകത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടകങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു മാനമുണ്ടായി. ആ മാനമാണ് സാറ് ലോക നാടകവേദിയെ പരിചയപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ സാറ് നമ്മളെ വളരെ അകാലത്തിലാണ് സാറ് നമ്മളെ വിട്ടുപോയത്. സാറിനൊരു 66-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് ഓർമ്മ. അതൊരു ദുഃഖകരമായൊരു സത്യമാണ്. സാറിന്റെ അറിവും പ്രതിഭയും സിദ്ധിയും സാറിന്റെ ആ ഒരു ചാതുര്യം ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, സാർ ഇന്നും നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്ന് സാർ ഉണ്ടായിരുന്നെങ്കിൽ 80ന്റെ നിറവിൽ സാർ ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. നമുക്ക് വേദനിക്കുന്ന ഓർമ്മയാണ് സാറിന്റെ ഒരു അഭാവം നമ്മൾ സൃഷ്ടിക്കുന്നത്. ആ സാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മലയാള നാടകവേദി ഇതിലും എത്രയോ ഉയരങ്ങളിൽ പോകുമായിരുന്നു. എന്ന് മാത്രമല്ല, കുട്ടികളുടെ നാടകവേദിക്ക് സാർ പ്രത്യേകം താല്പര്യം കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള കുട്ടികളുടെ നാടകവേദി സാർ വളർത്തിക്കൊണ്ടുവരുമായിരുന്നു. സാറിന്റെ കുട്ടികളെ വെച്ചുള്ള നാടകങ്ങളുണ്ട്, വളരെ നല്ല നാടകങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സാർ ആ ഒരു സ്റ്റേജിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ ആ കുട്ടിത്വം, അതിലൂടെയൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ തന്നെ നല്ല നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികളെയൊക്കെ, അത്തരത്തിലുള്ള കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരുപക്ഷെ നമുക്ക് ഒരു ഓസ്കാർ ലെവലിൽ പോലും അവതരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഈടുറ്റ കലാകാരന്മാരെ, ധാരാളം കലാകാരന്മാരെ വളർത്തിയെടുക്കുവാൻ സാറിന് അത് കഴിയുമായിരുന്നു. സാർ അതില്ലാതെ പോയി എന്നുള്ളത് ഒരു വലിയൊരു നാടകവേദിക്കൊരു നഷ്ടമാണ്. വ്യക്തിപരമായിട്ട് സാറിനെ മനസ്സുകൊണ്ട് ഗുരുക്കളായിട്ട് ആരാധിക്കുന്ന നമുക്കൊക്കെ, സുരേഷ് കുറച്ചുകൂടെ നേരിട്ടും എനിക്കുമൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയൊരു ദുഃഖം കൂടി ഉണ്ടാക്കുന്ന ഒരു ദിവസം കൂടിയാണ് സാറിൻ്റെ ഈ ഒരു ജന്മദിനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത്. ഈ പിന്നെ ശ്യാം, എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടുള്ളതനുസരിച്ചിട്ട് സാറിൻ്റെ യാത്ര എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, ഞാൻ പറഞ്ഞല്ലോ, സാറ് അഞ്ചലില്ല, സാറ് മാറുവാനസിൽ പോയതുകൊണ്ട് സാറ് കൂടുതൽ നാടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാറുവാനസിലെ കുട്ടികളെ തയ്യാറെടുപ്പിക്കുന്ന രീതിയായിരുന്നു. സാറിന്റെ സംവിധാനത്തിൽ ഒരിക്കലും ഈ യാത്ര എന്ന് പറഞ്ഞ നാടകം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ അവതരിപ്പിക്കുന്നത് കാണുവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ആ നാടകം കണ്ടപ്പോഴാണ് ആ ഒരു രംഗബോധം, ഒരു സ്റ്റേജിന്റെ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തി നടന്മാരുടെയൊക്കെ അംഗചലനങ്ങൾ, അവരെ സ്റ്റേജ് ബാലൻസിങ്, ഗംഭീരമായ നാടകമായിരുന്നു യാത്ര. അന്നേ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഈ യാത്ര എന്ന് പറഞ്ഞൊരു നാടകം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, അന്ന് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം ജസ്റ്റ് കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു, ഏതെങ്കിലും ഒരു അവസരത്തിൽ കിട്ടുമ്പോൾ അത് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. പ്രത്യേകിച്ച് യാത്ര എന്ന നാടകത്തിൽ ഒരു നേതാവ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അതിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ പ്രതിനിധികളാണ്, ഓരോ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് സാർ ചെയ്തിരിക്കുന്നത്. നേതാവ് എന്ന് പറഞ്ഞാൽ അതൊരു ആദർശമാണ്. അതിനെ നമുക്ക് എങ്ങനെ പറയാം, അതൊരു വലിയൊരു നേതാവ് നമ്മളിപ്പോൾ അത് യേശുക്രിസ്തു ആകാം, ഗാന്ധിയാകാം, അല്ലെങ്കിൽ അത് നബിയാകാം, ആരാകാം, ഒരു ആദർശമാണ്. ആ ഒരു ആദർശത്തെ പിന്തുടരുന്നത്. അങ്ങനെ നമ്മുടെ ലോകാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരുടെ ചിത്രമാണ് ആ നേതാവ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിലുള്ളത്. അന്ന് ചെയ്ത ആ നടന്റെ ഭാവചലനങ്ങളൊക്കെ എനിക്കത് എന്നും എൻ്റെ മനസ്സിൽ ഒരു വലിയൊരു ആവേശം ഉണ്ടാക്കുന്നതാണ്. അനുയായികൾ, ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്ന് പറഞ്ഞ് 2-3 അനുയായികൾ, പിന്നെ ഒരു സ്ത്രീ അതിൽ വരുന്നുണ്ട്. ആ സ്ത്രീ മാതൃത്വത്തിന്റെ പ്രതീകമാണ്. സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചൊക്കെ സാർ അന്നേ ചിന്തിച്ചിരുന്നു. യാത്രയ്ക്ക് സുരേഷ് വേറൊരു പ്രത്യേകത ഉള്ളത്, അതൊരു പേര് സൂചിക്കുന്ന പോലെ ഒരു യാത്രയിൽ തുടങ്ങി ഒരു യാത്രയിൽ അവസാനിക്കുന്ന ഒരു ചാക്രിക ചലനമാണ് ആ നാടകത്തിനകത്ത് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടാണ് അതിന്റെ ആ ഒരു ചലനം ചെയ്തിരിക്കുന്നത്, യാത്ര. പിന്നെ സാറിന്റെ അതൊരു ബൈബിൾ കഥയെ ആസ്പദമാക്കിയാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തോന്നാം. പക്ഷെ അങ്ങനെ അല്ലത്. അതൊരു ആദർശവാനായ ഒരു നേതാവിനെ നമ്മൾ പിന്തുടരുന്നു. സമൂഹത്തിൽ ഇന്നും ഉണ്ട് ആ പ്രശ്നങ്ങൾ. നമ്മളൊരു നേതാവിനെ വിശ്വസിക്കുന്നു, നല്ലവനായ നേതാവ്. ആ നേതാവിനെ വിശ്വസിച്ച് നേതാവിനോടൊപ്പം യാത്ര ചെയ്യുന്നു. തടസ്സങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. എല്ലാം നേതാവ് നമുക്ക് ചെയ്തു തരണം. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നേതാവിനെ സംശയിക്കുന്നു. ആ സംശയത്തിന്റെ ഒരു മൂർധന്യത്തിൽ ഈ നേതാവിനെ
തല്ലിക്കൊല്ലുന്നു, നശിപ്പിക്കുന്നു. അതെ. അവസാനം നേതാവ് ഇല്ലാതാകുമ്പോൾ, മുന്നോട്ടുള്ള പാത ബുദ്ധിമുട്ടായി വിട്ട് വരുമ്പോൾ ആ നേതാവിനെ നമ്മൾ ആരാധിക്കുന്നു. ഇത് നമ്മൾ യേശുക്രിസ്തുവിൽ കണ്ടതാണ്, ഗാന്ധിജിയിൽ കണ്ടതാണ്, അങ്ങനെ പലരിലും കണ്ടതാണ്. ആ ഒരു സങ്കല്പമാണ് സാറിൻ്റെ യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഒരുപക്ഷെ ഞാൻ സുരേഷ് അടുത്തൊന്ന് പറയാം. സുരേഷ് MTയുടെ പിന്നെ മഞ്ഞ് എന്നുള്ള ഒരു കഥ വായിച്ചിട്ടുണ്ടാവും, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. മഞ്ഞ് ഒരു കഥയല്ല, മഞ്ഞൊരു കവിതയാണ്. കവിത പോലെ കാവ്യാത്മകമാണ്. അതുപോലെ തന്നെയാണ് സാറിൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞ നാടകം. അതിൽ ഈ ബൈബിൾ പശ്ചാത്തലം അതിനുണ്ടെങ്കിലും പഴയ ബൈബിളിലെ മോശ നടത്തുന്ന ഒരു പലായന യാത്രയാണ് ഒരു ചിത്രം അതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ഈ ഫറോൺ രാജാവിന്റെ കൈപിടികളിൽ നിന്നും അന്നത്തെ ഈജിപ്ഷ്യൻ ഇസ്രായേലികളെ പലായനം ചെയ്യിച്ചിട്ട് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റിലാണ് നാടകത്തിന്റെ ആരംഭം. എനിക്ക് അതിലെ സംഭാഷണങ്ങൾ എനിക്ക് ഇപ്പോഴും അതിനകത്ത് ഓർമ്മപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പെട്ടെന്ന് അതിനകത്ത് വരുന്ന യാത്രയുടെ ആ ഒരു എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം, ആ നാടകം തുടങ്ങുമ്പോൾ തന്നെ ഒരു യാത്ര ഇങ്ങനെ തുടങ്ങുന്നു. സുദീർഘമായ ഒരു യാത്രയുടെ ആവർത്തനം ഉണ്ടാകുന്ന രീതിയിൽ യാത്ര ഇങ്ങനെ നീണ്ടുപോകുന്നതൊക്കെ മനോഹരമായ ചലനങ്ങളുടെ സാർ അതെ മനോഹരമായിട്ടുണ്ട്. ലളിതമായൊരു പശ്ചാത്തല സംഗീതം. നാടകം പതിയെ തുടങ്ങുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. അപ്പോൾ നേതാവ് പിന്നെ വരുമ്പോൾ നേതാവ് തിരിഞ്ഞു നോക്കുമ്പോൾ അണികൾ ആരുമില്ല. നേതാവ് അവരെ വിളിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനത് ഒന്ന് പറയാം സുരേഷ്. വരും, നമുക്ക് വെളിച്ചത്തിലേക്ക് പോകാം. നിങ്ങളെല്ലാം തളർന്നുവോ? ഇനി അധിക ദൂരമില്ല. അതാ ആ വഴി കൂടെ താണ്ടിയാൽ തളർന്നു വീണ് ഉറക്കമായോ? വരും, കത്തിയെരിയുന്ന പരീശന്മാരുടെ പട്ടണത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. വരും. ഇങ്ങനെ ഇത്രയും ആവേശത്തോടു കൂടി നയിക്കുന്ന ഒരു നേതാവിന്റെ ചിത്രമുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്കറിയാം വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ്. ആ നേതാവിന് ഉണ്ടാകുന്ന ദുര്യോഗമൊക്കെയാണ് ആ നാടകം ഒരു വളരെ ഗംഭീരമായിട്ട് എനിക്ക് ഏതായാലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം സർവകലാശാല തലത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ടെലികോം റിക്രിയേഷൻ ക്ലബ്ബ് തിരുവനന്തപുരത്ത് ടെലികോമിൽ വർക്ക് ചെയ്യുമ്പോൾ ടെലികോം റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അലക്സ് കടവിൽ എന്ന് പറഞ്ഞ ആ പ്രതിഭയെ കൊണ്ട് ഈ നാടകം സംവിധാനം ചെയ്യിക്കാൻ കഴിഞ്ഞു. സാറിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ അലക്സ് വന്നിട്ട് നമ്മളൊരു കളിമണ്ണ് കൊണ്ട് വെറുതെ കിടക്കുന്ന ഒരു കളിമണ്ണിൽ നിന്നൊരു വികാരം നമ്മളെ കുതിർപ്പിക്കുന്ന ഒരു ശില്പം ഉണ്ടാക്കുന്ന രീതിയിൽ അലക്സ് ഈ നാടകത്തിനെ വളർത്തിക്കൊണ്ടോ ഞങ്ങളത് VJT ഹാളിൽ അവതരിപ്പിച്ചു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 91-ലാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവങ്ങൾ, അതിലെ സംഭാഷണങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ നാടകം ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ നാടകം കാലിക പ്രസക്തിയുണ്ട്. മലയാള നാടകവേദി ഉള്ളിടത്തോളം കാലം സാറിൻ്റെ യാത്ര മറക്കില്ല. അതുപോലെ തന്നെയാണ് നിരവധി സാറിൻ്റെ എല്ലാ നാടകങ്ങളും. സാറിൻ്റെ ആദ്യ നാടകമായ വിശ്വദർശനം, അതൊരു വിശ്വദർശനം തന്നെയായിരുന്നു. സാറിൻ്റെ ദർശനമാണ് വിശ്വദർശനം. വിശ്വദർശനം തുടങ്ങി സാറിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ എഴുതിയ ഉടമ്പടി എന്ന് വരെയുള്ള നാടകങ്ങൾ എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട നാടകങ്ങൾ. നമുക്ക് ഇനി അവസരങ്ങളിൽ സാറിൻ്റെ ഓരോ നാടകങ്ങളെക്കുറിച്ച് നമുക്കത് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. വരും തലമുറ ആ നാടകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. പുതിയ തലമുറയ്ക്ക് ആ നാടകങ്ങൾ ഒരുപാട് ആവേശം നൽകുന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമൊന്നുമില്ല സുരേഷ്. ഈ യാത്ര എന്ന നാടകത്തിലെ വളരെ പ്രസിദ്ധമായൊരു ഡയലോഗ് ഉണ്ടല്ലോ ഒരു നേതാവിനെ കുറിച്ച്, നമുക്ക് അത് പറഞ്ഞ് അങ്ങ് നിർത്തിയാലോ? ഈ ആദ്യം നടക്കുന്ന എൻ്റെ കാല് മാത്രമേ കൊള്ളൂ എന്ന് പറയുന്ന ഡയലോഗ്. തീർച്ചയായിട്ടും അത് ശരിക്കും അത് ശ്യാമെന്ന് പറഞ്ഞ് അതുകൂടി നമുക്ക് നിർത്താം. ശരിക്കും സുരേഷ്, അതാണ് മണലാരണ്യത്തിലൂടെ ഈ നേതാവ് വരെ നയിക്കുമ്പോൾ. മണലാരണ്യമൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളാണ്. എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നെങ്കിലേ നമ്മുടെ ലക്ഷ്യത്തിലെത്തൂ. തേനും പാലും ഒഴുകുന്ന കനാൻ ദേശമാണ് നമ്മുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോവാണ്. തടസ്സങ്ങൾ ഒന്നും നേടാൻ അണികൾ തയ്യാറല്ല. അപ്പോഴാണ് ഈ മണലാരണ്യത്തിൽ വരുമ്പോൾ അവർ യാത്ര മുടങ്ങി ഇനി എനിക്ക് ഒരടി പോലും വയ്ക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ വേച്ച് നിൽക്കുമ്പോൾ ഈ നേതാവ് അവസാനം പറയുന്നുണ്ട്, ഈ മണലാരണ്യത്തിന്റെ മധ്യത്തുകൂടി ഞാനൊരു വഴിയുണ്ടാക്കി. ആദ്യം നടക്കുന്നവന്റെ പാദമേ പൊള്ളൂ, അതിന് ഞാൻ തയ്യാർ, വരും എന്നാണ് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ ഇദ്ദേഹം തയ്യാറാണ്.
അത് 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 കേട്ടിട്ട് പോലും ഈ തടസ്സങ്ങൾ അവർക്ക് വന്നു. അതിനിടയ്ക്ക് അവർക്ക് ലഹരിയുടെ സ്വാധീനം ഉണ്ടാകുന്നു. പണത്തിന് വേണ്ടിയുള്ളതുണ്ട്. ഈ നേതാവിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ₹1,00,000 ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്നു. നേതാവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അണികൾ ഈ നേതാവിനെ കൊല്ലുന്നു. കൊന്നു കഴിയുമ്പോൾ ക്രൂശിതനായ നേതാവിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. അത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിബിംബം അതിനകത്തുണ്ട്. ആ മാതാവായിട്ട് വരുന്ന സ്ത്രീ ആ യേശുവിൻ്റെ രക്തം പുരണ്ട മുഖം ഒത്തി എടുത്തിട്ട് ആ മാതാവ് പറയുന്നുണ്ട്, മകനെ, നിന്റെ കോമള മുഖത്ത് പുരണ്ട ചോരത്തുള്ളികൾ ഞാൻ ഈ ചേലത്തുമ്പിൽ ഒപ്പിയെടുക്കട്ടെ. ഒപ്പിയെടുത്തിട്ട് നോക്കുമ്പോൾ കാണുന്നത് സാക്ഷാൽ യേശുവിൻ്റെ മുഖം ആ ചേലത്തുമ്പിൽ പതിഞ്ഞിരിക്കുന്ന കാണുന്നുണ്ട്. അത് ബൈബിളിലുള്ള ഒരു സന്ദർഭമാണ്. ആ രക്തത്തുള്ളികൾ ഇവരെ അടിയിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഇവർ ആ കിങ്കരന്മാർ പിന്നാലെ വരുമ്പോൾ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പോകുന്നയാൾ ചോദിക്കും, ആര് നടക്കും മുമ്പേ? തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ അടുത്ത് പറയുന്നു, മുമ്പേ നടക്കുന്നവന്റെ പാദം പൊള്ളും. ആര് നടക്കും മുമ്പേ? ആ ചോദ്യം, അന്ന് സാർ ഉയർത്തിയ ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്, എക്കാലത്തും പ്രസക്തമാണ്. ആര് നടക്കും മുമ്പേ? അതാണ് സുരേഷ് എനിക്ക് ഇത് പറയാനുള്ളത്. നന്ദി ശ്യാം, വളരെ നന്ദി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സന്തോഷം, സ്നേഹം സുരേഷ്. ഏതായാലും സാറിൻ്റെ കുറേ സ്മരണകൾ സാറിന് അർപ്പിക്കാൻ കഴിഞ്ഞു. സാറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കുറേ ശ്രദ്ധാഞ്ജലികളും ആദരവുകളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഈ ഒരു അവസരത്തിൽ കാണാം. താങ്ക് യു സുരേഷ്. താങ്ക് യു.